നമസ്കാരം. പാനൂരിൽ CPM പ്രവർത്തകൻ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത് തിരഞ്ഞെടുപ്പിനിടെ CPMനെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നിസാര സംഭവമായി ഇതിനെ കാണാനാവില്ല. പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരിക്കുകയാണ്. 10-ലധികം സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭീകരതയുടെ മുഖമാണ് ബോംബ് സ്ഫോടനത്തിലൂടെ പാനൂരിൽ കേരളം കണ്ടിരിക്കുന്നത്. ഇത് ഭീകര പ്രവർത്തനം തന്നെയാണ്. NIA അന്വേഷിക്കേണ്ട പച്ചയായ ഭീകരതയാണ് നടന്നിരിക്കുന്നത്. പിണറായിയുടെ ഭരണത്തിൽ CPM ലക്ഷ്യമിട്ട ആ ഭീകര മുഖം എന്തെന്നത് കണ്ടെത്തുക അസാധ്യമാണ്. ഇക്കാര്യത്തിൽ NIA അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. കേരളത്തിൽ എന്ത് സംഭവങ്ങൾ നടന്നാലും നുണകൾ കൊണ്ട് പ്രതിരോധിച്ച് രക്ഷയ്ക്ക് ശ്രമിക്കുന്നത് CPMന്റെ പതിവ് ശൈലിയാണ്. അത് തന്നെയാണ് പാനൂർ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട ശേഷവും നടന്നു വരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ടവർ ഒന്നടങ്കം CPM പ്രവർത്തകരും അനുഭാവികളുമാണ്. CPM പ്രാദേശിക നേതാവിന്റെ മകനും ഇതിൽ പങ്കാളിയാണ്. എന്നിട്ടും CPMന് സംഭവത്തിൽ പങ്കില്ലെന്ന് ആണയിട്ട് കളവ് പറയുകയാണ് CPM. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജയുമൊക്കെ പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിക്കുക മാത്രമല്ല, കേരള ജനതയെ പരമവിഡ്ഢികളാക്കുക കൂടിയാണ് ചെയ്യുന്നതാണ് നടക്കുന്നത്. പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളായി ബോംബ് നിർമ്മാണം നടന്നു വരികയായിരുന്നുവെന്ന് പോലീസ് തന്നെ പറയുന്നു. പോലീസിന് ലഭിച്ച വിവരങ്ങൾ ശരിയെന്ന് തെളിയിച്ചുകൊണ്ടാണ് കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 10-ലധികം സ്റ്റീൽ ബോംബുകളാണ് ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ളത്. പാനൂരിൽ വ്യാപകമായ തോതിൽ CPM ബോംബുകൾ ഉണ്ടാക്കിയെന്ന് തെളിയിക്കുന്നതാണിത്. അറസ്റ്റിലായ ഷാബിൻ ലാലാണ് ചോദ്യം ചെയ്യുന്നതിനിടെ ബോംബിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. കൂടുതൽ ബോംബ് കണ്ടെത്താനായി പാനൂരിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം ഇതോടെ ശക്തമാക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CRPFന്റെ സഹായവും കേരള പോലീസ് ഇതോടെ തേടുകയാണുണ്ടായത്. സ്ഥലത്ത് ദിവസങ്ങളായി ബോംബ് നിർമ്മാണം നടന്നു വരികയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. തുരുമ്പിച്ച ആണി, കുപ്പിച്ചില്ല്, മെറ്റൽ ചീളുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ബോംബുകൾ നിർമ്മിച്ചിരുന്നത്. സമീപത്തെ മതിലിലും കുറ്റിക്കാട്ടിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബുകൾ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൽ 3 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അരുൺ, അതുൽ, ഷിബിൻ ലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സായൂജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സ്ഫോടന സമയത്ത് ഇവർ സ്ഥലത്തുണ്ടായിരുന്നു. ബോംബ് നിർമ്മാണവുമായി ബന്ധമുള്ള 8ഓളം പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇവരെ പിടികൂടിയിട്ടില്ല. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വെച്ചാണ് സായൂജ് പോലീസിന്റെ പിടിയിലായത്. എല്ലാവരും CPM പ്രവർത്തകരും അനുഭാവികളുമാണ്. നിരവധി ക്രിമിനൽ കേസുകൾ ഇവരുടെ പേരിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരീക്ഷിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും അതിനെ പോലീസ് മാനിച്ചില്ല. ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്ന് തെളിഞ്ഞിട്ടും എന്തിനു വേണ്ടി ഇവർ ബോംബുകൾ ഉണ്ടാക്കിയെന്നതിനും ആർക്ക് വേണ്ടി എന്നതിനും ഇനിയും ഉത്തരമില്ലാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പാനൂർ സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂരിലാണെങ്കിലും കേരളമെങ്ങും ആക്രമ രാഷ്ട്രീയം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണം സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും കണ്ണടച്ച പോലീസിന്റെ വീഴ്ച സർക്കാരിനെ തീർത്തും പ്രതികൂട്ടിലാക്കുന്നതാണ്. CPM നേതാക്കൾ മത്സരിച്ച് പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തി കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വസ്തുതകൾ മൂടാൻ ഇപ്പോഴുള്ള അവസ്ഥയിൽ CPMന് ആവില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമായ വടകര, കണ്ണൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ബോംബ് സ്ഫോടനം UDF തിരഞ്ഞെടുപ്പ് വിഷയമാക്കി കഴിഞ്ഞു.
സംഭവം തിരഞ്ഞെടുപ്പിൽ CPM-നെ ചില്ലറയല്ല ബാധിക്കുക. പൗരത്വ നിയമ ഭേദഗതിയിലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും പ്രചാരണം നടത്തുന്നതിനിടെ ഫർമ കമ്പനികളിൽ നിന്നടക്കം CPM കോടികൾ വാങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത സാമ്പത്തിക സുതാര്യതയുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ന് സഹകരണ ബാങ്കുകളിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ED കണ്ടെത്തിയതും വൻതുക നിക്ഷേപമുള്ള പാർട്ടി അക്കൗണ്ട് തൃശൂരിൽ ED മരവിപ്പിച്ചതുമൊക്കെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളിൽ നിന്ന് CPM-ഉം സംഭാവന സ്വീകരിച്ചതായുള്ള രേഖകൾ പോലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ CPM പ്രചാരണങ്ങൾ നുണയാണെന്ന വസ്തുതയാണ് ജനം തിരിച്ചറിയുന്നത്. കേന്ദ്ര ഏജൻസികളെ BJP ആയുധമാക്കുന്നുവെന്ന് വോട്ടിനു വേണ്ടി ഗംഭീരമായി പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി മകൾ വീണയുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തെക്കുറിച്ച് ജനങ്ങളോട് ഒരക്ഷരം മിണ്ടുന്നില്ല. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കാര്യവും സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ പോലും ഇല്ലാത്തതൊന്നും ചർച്ചയാക്കാൻ CPM സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. വന്യജീവി ആക്രമണം മലയോര മേഖലയിലാകെ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാണ്. മലയോര മേഖലയിലാകെ വോട്ട് തേടിയെത്തുന്ന ഇടതുപക്ഷ പാർട്ടികൾ ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വെള്ളം കുടിക്കുകയാണ്. പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾക്ക് ജനത്തിനു മുന്നിൽ ഒരക്ഷരം മറുപടി പറയാനാവാതെ CPM പ്രതിസന്ധിയെ നേരിടുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് CPM പ്രവർത്തകരാണ്. അതിനെ എത്ര മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് മുന്നിൽ വില പോവില്ല. നിർമ്മാണ സ്ഥലത്ത് മരിച്ചതും പരിക്കേറ്റതും CPM പ്രവർത്തകർ തന്നെയാണ്. ബോംബ് അബദ്ധത്തിൽ പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആർക്കു നേരെ ഉപയോഗിക്കുമായിരുന്നു എന്നത് മാത്രമാണ് അറിയേണ്ടതായിട്ടുള്ളത്. CPM പ്രതികൂട്ടിലെത്തുന്ന ഈ ഭീകര സംഭവത്തിൽ പിണറായി പോലീസ് അന്വേഷിച്ചതുകൊണ്ടോ രക്ഷയ്ക്കായി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാലോ ഫലമുണ്ടാവില്ല. അന്വേഷിക്കേണ്ടത് NIA തന്നെയാണ്. ഭീകര പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന NIA ആണ് ഈ ഭീകരതയും അന്വേഷിക്കേണ്ടത്. നന്ദി.